സ്വാഭാവികമായി അങ്ങനെ കരുതണം. കാരണം അത്ര രോഷത്തോടെയാണ് പ്രവർത്തകരുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് മുന്നോട്ട് പോകുന്നത്. വലിയ ആൾക്കൂട്ടമുണ്ട്. സാധാരണ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ കാണുന്നതിനപ്പുറത്തേക്കുള്ള തിരക്കുണ്ട്. നേതാക്കളുടെ വലിയ പങ്കാളിത്തമുണ്ട്. പ്രതിപക്ഷം അടക്കമുള്ളവർ മാർച്ചിന് നേതൃത്വം നൽകുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ വലിയ ശക്തമായ സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന ആശങ്ക ഇതിനകം ഉയരും. നമുക്കറിയാം, മുൻനിരയിൽ തന്നെ പ്രതിപക്ഷ നേതാവിന് പോലും നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്ക് മുൻനിരയിൽ തന്നെയുണ്ട്. ആ നേതാക്കളുടെ വലിയൊരു കൂട്ടമുണ്ട്. പ്രവർത്തകർ പിന്നിൽ നിന്ന് ഈ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെയുള്ള ഫ്ലക്സുകളും ബാനറുകളും അടിച്ച് നശിപ്പിച്ച് ആണ് മുന്നേറുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അത് വിജയിക്കുന്നില്ല. വലിയ രോഷം സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരന്തരം മർദ്ദനമേൽക്കുന്നതിനെതിരെ, പോലീസിനെതിരെ ഒക്കെ ഉയരുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധ മാർച്ചാണിത്. അതിനവർ ദിവസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവകേരള സദസ്സ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീണ്ടും ഇവിടെ സെക്രട്ടറിയുടെ മുന്നിൽ ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു കയറുന്നു. നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും പ്രവർത്തകർ ശാന്തരാകുന്നില്ല, പ്രവർത്തകർ അടങ്ങുന്നില്ല. ശക്തമായ പ്രതിഷേധം ഉയരുന്നു. ഈ മാർച്ചിൽ നവകേരള സദസ്സാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന തരത്തിലുള്ള നീക്കമാണ്. നേതാക്കൾ വലിയ രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് വലിയ ഫ്ലക്സ് ബോർഡുകൾ പ്രവർത്തകർ മറിച്ചിടുകയാണ്. കയ്യടികളോടെ മറ്റു പ്രവർത്തകർ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതിശക്തമായ പ്രതിഷേധം ഉയരുന്നു. നേതാക്കളുടെ എല്ലാ വിലക്കും ലംഘിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നവകേരള സദസ്സിലെ ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു കയറുന്ന കാഴ്ചയാണ് ന്യൂസ് 18 ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതിഷേധം സെക്രട്ടേറിയറ്റ് മുന്നിൽ സംഭവിക്കുന്നു. സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മാർച്ച് എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഈ പ്രതിഷേധങ്ങൾ കൂടി നമ്മൾ കൂട്ടിവായിക്കണം. പ്രവർത്തകർ പലരും ഈ പട്ടികലിലെ കഷ്ടങ്ങൾ കൈലേന്തിയാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഒരു അക്രമത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയേണ്ടി വരും. പോലീസിന്റെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന ഉറപ്പാണ്. പോലീസും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വലിയ പ്രതിഷേധം പോലീസ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതിനുള്ള പോലീസ് സന്നാഹവും സെക്രട്ടേറിയറ്റ് മുന്നിലുണ്ട്. പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ ക്ഷോഭത്തിലാണ്, രോഷത്തിലാണ്. ആ രോഷം തീർക്കുന്ന പ്രകടനങ്ങളാണ് ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാനാകുന്നത്. ഫ്ലക്സ് ബോർഡിൽ അടിച്ചു കീറിയ ശേഷം അതിനെ വലിച്ചു കീറി അത് പൂർണ്ണമായും നശിപ്പിക്കുകയാണ് പ്രവർത്തകർ. പട്ടികൽ കഷ്ടങ്ങൾ കൈയിലേന്തി പ്രവർത്തകർ മാർച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. സ്വാഭാവികമായും ഇത് പോലീസിനെതിരെയുള്ള ആയുധമായി മാറുമെന്ന ഉറപ്പാണ്. എല്ലാ പ്രവർത്തകരും ഇത്തരത്തിൽ പട്ടികൽ കഷ്ടങ്ങളുമായി കൈയിലേന്തി മുന്നോട്ട് പോവുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാർച്ചിന്റെ മുൻനിര ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻവശം എത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അവിടെയുണ്ട്. അവർക്ക് എത്രത്തോളം ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ രോഷത്തിൽ നിൽക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക വലിയ അത്ര എളുപ്പം. ഇപ്പോൾ നമ്മൾ കാണുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ കറുത്ത ബാനർ സ്ഥാപിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സംഘടനാ കമ്മിറ്റിയുടെ മാർച്ചിന്റെ ഈ മുൻനിരയുണ്ടായിരുന്ന ബാനർ ഇവിടെ ഈ ബാരിക്കേഡ് സ്ഥാപിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിലുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ, ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ബാനർ സ്ഥാപിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. പ്രതിഷേധം അണപൊട്ടി ഒഴുകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടക്കം മുതൽ പ്രസ് ക്ലബിന് സമീപത്ത് മാർച്ച് ആരംഭിച്ചത് മുതൽ വലിയ രോഷമായിരുന്നു പ്രവർത്തകരുടെ. നവകേരള സദസ്സിന്റെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫ്ലക്സുകൾ, ബാനറുകൾ, ആ ബോർഡുകളൊക്കെ അടിച്ചു കീറി അതിനുള്ള പട്ടികൽ കഷ്ടങ്ങളുമായാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നതിന് സൂചന ഇത് കാണേണ്ടതുണ്ട്. ഏതായാലും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതൃത്വം ശ്രമിക്കുമെങ്കിലും പക്ഷേ അതൊന്നും സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമായി ഇത് മാറുമെന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ധന്യ അരുൺ, ഇത് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ പരിപാടിയാണ്, സർക്കാരിന്റെ ഫ്ലെക്സുകളാണ്. നടപടി ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഇതിൽ കാണുന്നു. പോലീസുകാരെ ഒരു ഭാഗത്ത് കാണാം. ഇപ്പോൾ ഒരാക്ഷനിലേക്കും കടക്കുന്നില്ല. പക്ഷേ ഇതിങ്ങനെ തുടർന്നാൽ ഇത്തരത്തിൽ സർക്കാരിന്റെ വസ്തുക്കളാണ് ഈ കെട്ടിയിരിക്കുന്ന ബാനറുകളും അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തിനപ്പുറം സർക്കാരിന്റെ സാധനങ്ങൾ നശിപ്പിച്ചു എന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. അത് എത്രത്തോളം നിയന്ത്രിക്കേണ്ടതുണ്ട്, പോലീസ് ഇടപെടാനുള്ള സമയമായെന്നാണോ അവിടെ നിൽക്കുമ്പോൾ അരുണിന് തോന്നുന്നത്? നിലവിൽ അത്തരം ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് കരുതില്ല. കാരണം പ്രതിപക്ഷ നേതാവാണ് സമരം ഉദ്ഘാടനം ചെയ്ത സാധാരണ നമുക്കറിയാം. ഇത്തരം പ്രതിഷേധ മാർച്ചുകളൊക്കെ നേതാക്കൾ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ ശേഷമാകും പ്രവർത്തകർ അത്തരത്തിൽ അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങുന്നത്, അല്ലെങ്കിൽ അക്രമത്തിലേക്ക് സമരം നീങ്ങുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ സമരം തുടങ്ങുമ്പോൾ തന്നെ പ്രവർത്തകർ ഫ്ലക്സ് ബോർഡുകൾക്കെതിരെ നവകേരള സദസ്സിന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്ന് നേതാക്കൾ ഇടപെട്ടവരെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും വലിയ രോഷത്തോടെ, വലിയ പ്രതിഷേധത്തോടെ പ്രവർത്തകർ വരികയാണ്. നമുക്കറിയാം വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. നമുക്ക് ഇത്തരമൊരു സമരം വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതിനപ്പുറത്തേക്കുള്ള ഒരു പോലീസ് സന്നാഹം ജില്ലയിലും ഈ മറ്റ് സ്ഥലങ്ങളിലേക്കും പ്രത്യേകിച്ചും നവകേരള സദസ് ജില്ലയിൽ പ്രവേശിച്ചതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ പോലീസിന്റെ വലിയ തിരക്ക് അവിടെയും ഉണ്ട്. അവിടെയും പോലീസിനെ വിന്യസിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ശക്തമായ പോലീസ് സന്നാഹമുണ്ട്. അതുകൊണ്ട് തന്നെ
മാർച്ചിലെ സംഘർഷമുണ്ടാകുന്ന ശ്രമങ്ങളാകും ആദ്യഘട്ടത്തിൽ പോലീസ് സ്വീകരിക്കുക. പ്രതിപക്ഷ നേതാവിനെ പോലെ മുതിർന്ന ഒരു നേതാവ് സമരത്തിന്റെ മുന്നിലുള്ളപ്പോൾ അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നടപടി ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ പ്രവർത്തകർ വലിയ രോഷത്തിലാണ്, അക്രമ സ്വഭാവത്തിലേക്കാണ് സ്വാഭാവികമായും പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. നമുക്ക് തുടക്കത്തിൽ തന്നെ പട്ടിക കക്ഷികളുമായും ഒക്കെ പ്രവർത്തകർ വരുന്ന കാണുമ്പോൾ സ്വാഭാവികമായും ഈ സമരത്തിന്റെ ഗതി എന്തെന്ന് നമുക്ക് ഒരു വിധം ഊഹിക്കാൻ കഴിയുന്നതാണ്. നമുക്ക്